വിഷ്ണു സഹസ്രനാമം കേൾക്കുമ്പോൾ 1000 പേരുകളുടെ ഒരു വലിയ ലിസ്റ്റല്ലേ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇതങ്ങനെ വെറുമൊരു ലിസ്റ്റ് മാത്രമല്ലെങ്കിലോ? ശരിക്കും ഓരോ പേരും പ്രപഞ്ചത്തിന്റെ ഓരോ രഹസ്യങ്ങൾ തുറക്കാനുള്ള ഒരു താക്കോലുകളാണെങ്കിലോ? അതെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. ആ താക്കോലുകൾ ഉപയോഗിച്ച് ചില അത്ഭുത ലോകങ്ങളിലേക്കുള്ള വാതിലുകൾ ഒന്ന് തുറന്നു നോക്കാൻ പോവുകയാണ്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, ഒരൊറ്റ പേരിന്, ഒരു വാക്കിന് എങ്ങനെയാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനായിട്ട് വിവരിക്കാൻ കഴിയുന്നത്? ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചോദ്യം, നമ്മുടെ ഈ യാത്രയുടെ വഴികാട്ടി. അതുകൊണ്ട് ഈ പേരുകളെ വെറും ലേബലുകളായിട്ട് കാണരുത്, പകരം യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള ഓരോ താക്കോലുകളായിട്ട് ഇതിനെ കാണണം. അല്ലെങ്കിൽ ലോകത്തെ നോക്കിക്കാണാൻ ഓരോ പേരും നമുക്ക് തരുന്ന ഒരു പുതിയ കണ്ണട പോലെ. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചാലും ശരി, അവസാനം നമ്മളെല്ലാവരും എത്തിച്ചേരുന്നത് ഒരേയൊരു സത്യത്തിലേക്കായിരിക്കും, എല്ലാത്തിനും പിന്നിലുള്ള ആ ഒരേയൊരു കാതലിലേക്ക്. ശരി, അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം സർവ്വവ്യാപിയായ ഒരു നേതാവിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ശക്തികളെക്കുറിച്ച് ഭൗതികശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് വരും, നന്മയുടെ ശില്പി ആരാണെന്ന് കണ്ടെത്തും. പിന്നെ അളവുകൾക്കതീതമായ ചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവസാനം കുറച്ചൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിരോധാഭാസവും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ വിഷയം സർവ്വവ്യാപിയായ നേതാവ്, ദൈവികത ഒരു സംഘാടക തത്വമെന്ന നിലയിൽ. അതായത് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു സാർവത്രികമായ തത്വത്തെക്കുറിച്ചാണ്. നോക്കൂ, ഗ്രാമണി എന്ന വാക്കിന്റെ അർത്ഥം ഒരു കൂട്ടത്തിന്റെ നേതാവ് എന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ഒരാളല്ല ഇത്, മറിച്ച് ഒരു നിയമമാണ്, ഒരു തത്വം. ഒന്നാലോചിച്ചു നോക്കൂ, കുഞ്ഞു അണുക്കളെ ഒരുമിപ്പിച്ച് ഒരു തന്മാത്രയാക്കുന്നത് ആരാണ്? കോടാനുകോടി നക്ഷത്രങ്ങളെ ഒന്നിപ്പിച്ച് ഗാലക്സികളാക്കി മാറ്റുന്നതെന്താണ്? ഈ സംഘാടക തത്വമാണത്. അതായത് എവിടെ ഒരു ഘടനയുണ്ടോ അവിടെയെല്ലാം ഈ ഗ്രാമണി എന്ന തത്വം പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കാര്യമെടുത്താലോ, കോടിക്കണക്കിന് കോശങ്ങളെ ഒരുമിപ്പിച്ച് നമ്മളെ ഓരോരുത്തരെയും ഒരു വ്യക്തിയായി നിലനിർത്തുന്നത് ഇതേ നേതൃത്വ തത്വം തന്നെയാണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ പ്രവർത്തിപ്പിക്കുന്ന കോഡ് പോലെ, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ, പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു ഘടനയും ക്രമവും നൽകുന്നത് ഈ തത്വമാണ്. അടുത്ത പേര് വളരെ രസകരമാണ്, സഹസ്രമൂർധ, അതായത് 1000 തലകളുള്ളവൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കൗതുകം വരില്ലേ? എന്തായിരിക്കും ഇതിന്റെയൊക്കെ അർത്ഥം? ഇവിടെ ഈ 1000 തലകളെന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. ശരിക്കുമുള്ള അർത്ഥം ഇതാണ്: ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളുടെ തലകൾ, അതെല്ലാം ഒരേയൊരു സാർവത്രിക ചൈതന്യത്തിന്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. രൂപങ്ങൾ ഒരുപാടുണ്ടാകാം, പക്ഷെ എല്ലാത്തിനും ജീവൻ നൽകുന്ന ആ ബോധം ഒന്നേയുള്ളൂ. നമ്മളെല്ലാം ആ ഒന്നിന്റെ ഭാഗമാണ്. ശരി, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ശക്തികൾ, അതായത് ഭൗതികശാസ്ത്ര നിയമങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ദൈവികതയാണ് നമ്മൾ ഇനി കണ്ടെത്താൻ പോകുന്നത്. അടുത്ത വാക്ക് ആവർത്തനഹ. ഇതിന്റെ അർത്ഥം ചുഴി എന്നാണ്. പക്ഷേ ഇത് പുഴയിലോ കടലിലോ കാണുന്ന ചുഴിയല്ല കേട്ടോ. സൗരയൂഥങ്ങളെയും ഗാലക്സികളെയുമൊക്കെ ഒന്നിച്ചു നിർത്തുന്ന ആകർഷണ വികർഷണ ശക്തികളുടെ ഒരു വലിയ പ്രപഞ്ച ചുഴിയാണിത്. സത്യം പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഈ ഒരു താളത്തിനൊത്ത് നൃത്തം ചെയ്യുകയാണെന്ന് പറയാം. ഈ ആവർത്തന എന്ന ആശയത്തിന് പിന്നിലെ ഫിസിക്സ് വളരെ സിമ്പിളാണ്. 2 ശക്തികളുണ്ട്. ഒന്ന് അഭികേന്ദ്രബലം, അത് എല്ലാത്തിനെയും ഉള്ളിലേക്ക് വലിക്കുന്നു, അങ്ങനെയാണ് ഗ്രഹങ്ങളൊക്കെ ഗോളങ്ങളായി മാറുന്നത്. 2 അപകേന്ദ്രബലം, ഇത് പുറത്തേക്ക് തള്ളുന്നു, അതുകൊണ്ടാണ് ഗ്രഹങ്ങളൊന്നും കൂട്ടിയിടിക്കാതെ അവയുടെ ഭ്രമണപഥങ്ങളിൽ കറങ്ങുന്നത്. ഈ 2 വിപരീത ശക്തികളുടെ ഒരു പെർഫെക്റ്റ് ബാലൻസിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ. ഇതേ ശ്ലോകത്തിൽ തന്നെ പ്രപഞ്ചത്തിന്റെ മറ്റ് ചില അടിസ്ഥാന ഘടകങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് വഹ്നി, അതായത് എല്ലാത്തിനെയും ഊർജ്ജമാക്കി മാറ്റുന്ന പരിവർത്തനത്തിന്റെ അഗ്നി. പിന്നെ അനില, ശൂന്യതയിൽ നിന്ന് ആദ്യം രൂപം കൊണ്ട വായു. അത് കഴിഞ്ഞ് ധരണീധര, ഭൂമിയെ അതിന്റെ ഭ്രമണപഥത്തിൽ ഒരു നൂലിൽ കെട്ടിയതുപോലെ പിടിച്ചു നിർത്തുന്ന എല്ലാ ശക്തികളുടെയും ആകെത്തുക. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെ ഈ വാക്കുകളിലുണ്ട്. അപ്പോ നമ്മൾ ഇതുവരെ പ്രപഞ്ചത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാം. നമ്മുടെ ഉള്ളിലെ നന്മയുടെ ശില്പി ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. സത്കർത്ത എന്ന വാക്കിന്റെ അർത്ഥം നന്മ ചെയ്യുന്നവൻ എന്നാണ്.
നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ മറ്റൊരാളെ സഹായിക്കാൻ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്യരുത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടിട്ടുണ്ടോ? ആ ഒരു ആന്തരിക പ്രേരണ, അതാണ് സത്കർത്ത. സഹസ്രനാമം പറയുന്നത് അതാണ് നമ്മുടെയെല്ലാം യഥാർത്ഥ സ്വഭാവം എന്നാണ്. അതായത് നമ്മുടെയെല്ലാം കാതൽ, നമ്മുടെയെല്ലാം കോർ എന്ന് പറയുന്നത് നന്മ ചെയ്യാനുള്ളതാണ്. പക്ഷേ നമ്മുടെ ഉപരിതലത്തിലുള്ള മനസ്സ്, അത് പലപ്പോഴും ആഗ്രഹങ്ങളാലും മറ്റു പുറത്തുനിന്നുള്ള സ്വാധീനങ്ങളാലും വഴിതെറ്റിപ്പോകാം. അപ്പോ തിന്മയിലേക്ക് വഴുതി വീഴാം. അപ്പോ നമ്മുടെ ആന്തരികമായ ചൈതന്യവും ഈ ബാഹ്യമായ ലോകവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണിത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ചിന്തകൾക്കും അളവുകൾക്കുമൊക്കെ അപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. അളവുകൾക്കതീതമായ ആ ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അസംഖ്യേയഃ. വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എണ്ണാൻ കഴിയാത്തത്. ലോജിക്ക് വളരെ സിമ്പിളാണ്. എല്ലാത്തിന്റെയും ഉറവിടം അനന്തമാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന രൂപങ്ങളും ഭാവങ്ങളും എണ്ണാൻ കഴിയാത്തത്ര വേണ്ടേ? അത്രയുള്ളൂ. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മനസ്സിന് രൂപങ്ങളെ കാണാനും എണ്ണാനും പറ്റും. പക്ഷേ ആ രൂപങ്ങൾക്ക് ജീവൻ നൽകുന്ന ചൈതന്യത്തെ അളക്കാൻ നമ്മുടെ മനസ്സിന് കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു മരത്തിലെ ഇലകൾ നമുക്ക് എണ്ണാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ മരത്തിന്റെ ജീവനെ നമുക്ക് അളക്കാൻ പറ്റോ? ഇല്ല. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കാര്യവും. ശരി, ഇനി നമ്മുടെ അവസാനത്തെ വിഷയത്തിലേക്ക് വരാം. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട, എന്നാൽ ഏറ്റവും രസകരമായ ഒരു ഭാഗമാണിത്. ഒരു വിരോധാഭാസത്തിലൂടെ വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. വിരോധാഭാസമായ കാള. ചോദ്യം ഇതാണ്: ഒരേ ശക്തിക്ക് ഒരേ സമയം കാളയെ കൊല്ലുന്നവനും അതേസമയം കാള തന്നെയുമാകാൻ കഴിയുമോ? 28-ാം ശ്ലോകത്തിൽ വൃഷാഹി എന്നും വൃഷഭഃ എന്നും പറയുന്നു. വൃഷാഹി എന്നാൽ കാളയുടെ ശത്രു, വൃഷഭഃ എന്നാൽ കാള. ഇതെങ്ങനെ ശരിയാകും? ഒരേ ശക്തിക്ക് എങ്ങനെയാണ് ഈ രണ്ട് വിപരീതങ്ങളാകാൻ കഴിയുന്നത്? അപ്പോ ഇതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 2 തരം കാളകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന് അധപ്പതനത്തിന്റെ പാതയാണ്. അതായത് ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളും ബന്ധനങ്ങളുമാണ് ആ കാള. അതിനെയാണ് കൊല്ലേണ്ടത്. രണ്ടാമത്തെ പാത ആരോഹണത്തിന്റേതാണ്, മോചനത്തിന്റേതാണ്. എല്ലാ രൂപങ്ങളെയും മറികടന്ന് ശുദ്ധബോധമായി മാറുന്നത്. അതാണ് രണ്ടാമത്തെ കാള. അപ്പോ ഒന്ന് ബന്ധനത്തെയും മറ്റൊന്ന് മോക്ഷത്തെയും പ്രതിനിധീകരിക്കുന്നു. മാത്രമല്ല, ഈ മോചനത്തെ പ്രതിനിധീകരിക്കുന്ന രണ്ടാമത്തെ കാള, അതായത് വൃഷഭഃ, അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതാണ് പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്ന സൃഷ്ടിപരമായ ശബ്ദതത്വം, ഓംകാരം പോലെയുള്ള ആ പ്രകമ്പനം. അത് നമ്മുടെ ബോധത്തെ ഉണർത്തുകയും നമ്മളെ ആത്മീയമായ മോചനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കേട്ടതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പേരുകളൊന്നും വെറും ലേബലുകളല്ല. അവയോരോന്നും ഒരു സമ്പൂർണ്ണ ധ്യാനമാണ്. ലോകത്തെ കാണാനും മനസ്സിലാക്കാനുമുള്ള ഓരോ പുതിയ കാഴ്ചപ്പാടുകളാണ്, ഓരോ ലെൻസുകളാണ്. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് നിർത്താം. നമ്മുടെ ലോകത്തിലെ ഓരോ ഭാഗത്തെയും ഓരോന്നിനെയും ഇതുപോലൊരു ദൈവിക നാമമായി കാണാൻ കഴിയുമെങ്കിൽ, നിങ്ങളിനി നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും കാണുന്നത്? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്?